ഹലോ, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കാർഫ് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാനുള്ള വീഡിയോ ആണ്. ഇപ്പോൾ അങ്ങനെ ആരും ഷോൾ അധികം യൂസ് ചെയ്യാറില്ലല്ലോ, ദുപ്പട്ട അധികം യൂസ് ചെയ്യാറില്ല. ഇതുപോലുള്ള സ്കാർഫാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അധികം ദുപ്പട്ട യൂസ് ചെയ്യാറില്ല, സ്കാർഫാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പാൻറ്റ് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ വെസ്റ്റേൺ ഡ്രസ്സ്, സ്കേർട്ട്, ജീൻസ്, ഇതിൻ്റെയൊക്കെ നല്ലപോലെ മാച്ചാവുന്നതും സ്യൂട്ടാവുന്നതും സ്കാർഫാണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന സ്കാർഫ് പോലത്തത്. ഈ സ്കാർഫിന് ചെറിയൊരു ലെങ്ത്ത് കുറവുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഓരോ സ്റ്റൈൽ കാണിക്കുമ്പോഴും കുറച്ചൊരു ലെങ്ത്ത് വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊന്നും എന്തായാലും ദുപ്പട്ടയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അല്ലേ. കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പോലെ അമ്മമാരും അങ്ങനെ ദുപ്പട്ടയല്ല യൂസ് ചെയ്യുക, സ്കാർഫാണ് യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അധികവും ഇപ്പോൾ എല്ലാവരും സ്റ്റൈലിഷായിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുള്ളാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഡിഫറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ സ്കാർഫ് സ്റ്റൈൽ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ വീഡിയോ എൻ്റെ വരെ കാണണം, യൂസ്ഫുള്ളാണ്. പിന്നെന്താണ്, എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? പുതിയ ആരെങ്കിലും ഉണ്ടോ? പുതിയ ആൾക്കാർ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ലാസ്റ്റ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ വ്ളോഗിൽ അതിൽ കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഭാഗത്തുള്ളവരൊക്കെ സന്തോഷം തോന്നി. അങ്ങനെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, ഇതിൽ കാണിക്കുന്ന രീതികളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാത്തത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്കും കുറച്ച് കേൾക്കാനൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന സംഭവങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ കുറേ ആലോചിച്ചു ഇന്ന് പിന്നെ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നും മേക്കപ്പിനെ കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് വേറെ എന്തെങ്കിലും വിഷയം സംസാരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വിഷയം കിട്ടുന്നില്ല എനിക്ക്. നമുക്ക് ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ നിങ്ങളെ ഫാമിലീൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്? അതോ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ? എനിക്ക് ഫാമിലീൻ്റെ കൂടെയാണ് കേട്ടോ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം. എവിടെയെങ്കിലും പോകാനും അവരൊന്നിച്ച് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും മോൾക്ക് വെക്കേഷനോ എന്തെങ്കിലും ഒരു ലീവോ മറ്റോ കിട്ടിയാൽ അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡോട് പറയാറുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന്. അവരൊന്നിച്ച് ചിലവഴിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പോയ സ്ഥലമാണ് നമ്മൾ പറശ്ശിനിക്കടവും. അങ്ങനെയുള്ള പ്ലേസിലൊക്കെ പോയി. ഇനിയും ഒരുപാട് മനസ്സിലുണ്ട്. ഓരോ ലീവിലും അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഓരോ സ്ഥലത്ത് പോകണം എന്നൊക്കെ ഉണ്ട്. നടക്കുമെന്ന് വിചാരിക്കുന്നു. അത് തന്നെയല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമല്ലേ. നല്ല നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഉടുപ്പുകളിടുക. എൻ്റെ തെറ്റുകളൊക്കെ നിങ്ങൾ കേട്ടാലും പ്രശ്നമില്ല. എനിക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. വായിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ കുറേ വരും. അതൊക്കെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതെന്തായാലും സഹിക്കും, എനിക്കറിയാം. ഫസ്റ്റ് ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴും ഒരുപാട് പേര് സഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്റ്റൈലിനോടൊപ്പം എൻ്റെ വാചകം മടിയും കൂടി നിങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ യാത്രകളെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. എനിക്ക് ഒരുപാട് സ്ഥലം കാണണമെന്നുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലം കാണണമെന്നുണ്ട്. എനിക്ക് അമ്പലങ്ങളിലാണ് കൂടുതൽ പോകാനിഷ്ടം. മല്ലത്തൊക്കെ പോയാലും എനിക്ക് മതിയാവില്ല. മല്ലം, മധുര്, പറശ്ശിനിക്കടവ്, കൊല്ലൂർ, ഇവിടെയൊന്നും എത്ര പോയാലും മതി വരില്ല എനിക്ക്. നിങ്ങൾക്കും അങ്ങനെയാണോ? പിന്നെ പാർക്ക്, ബീച്ച് അതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാനിഷ്ടമാണ്. ഈ അമ്പലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. അതിന് ശേഷമാണ്, പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവങ്ങളെയൊക്കെ ഓർത്തതിന് ശേഷമാണ് എനിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാനിഷ്ടം. ഇത് പാർക്ക്, ബീച്ചിലൊക്കെ പോകാനിഷ്ടം എന്താണെന്ന് വെച്ചാൽ മക്കൾക്കൊരു എൻജോയ്മെൻ്റ് ആവുമല്ലോ. കുഞ്ഞുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷേ എനിക്ക് ഇതുവരെക്കും ഒരു നല്ലൊരു പാർക്കിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഈ വരുന്ന ഡിസംബറിൽ എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുൻകൂറായിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്തായാലും തൃക്കരിപ്പൂർ അവിടെ വീലാൻഡിൽ പാർക്ക് പോകണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. പറശ്ശിനിക്കടവന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൾക്ക് എന്തായാലും ക്രിസ്മസ് ലീവ് ഉണ്ടാവും, അവൾ 10th ഇങ്ങനെ കറങ്ങുന്നതൊന്നും ശരിയല്ല. പക്ഷേ 10th പറഞ്ഞിട്ട് അവൾ ഏത് നേരം ബുക്കിൻ്റെ മുമ്പിലിരിക്കുന്ന ആളല്ല. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ യാത്രയാവാമെന്ന് ഞാനും വിചാരിക്കുന്നു. ചെറിയൊരു റിലാക്സേഷൻ കിട്ടും. ഫാമിലീൻ്റെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതിൽ അപ്പുറം വേറൊരു സന്തോഷമില്ല. മുൻപൊക്കെ ആണെങ്കിലും ഞാൻ വേറൊരു ഫാമിലിയോടും ഇങ്ങനെ ചോദിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ വണ്ടിയിൽ തന്നെ 4 പേര്, ചെറിയ അങ്ങനെ വലിയ വണ്ടിയല്ലല്ലോ, ഒരുപാട് പേർക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ 2 ഫാമിലി ആകുമ്പോൾ വേറെ വണ്ടിയാക്കണം, പിന്നെ അവരുടെ സൗകര്യം നോക്കണം. അങ്ങനെ അതുകൊണ്ടിപ്പോൾ നമ്മൾ ആരെ കൂടെയും പോവാറില്ല. അധികം നമ്മൾ തന്നെയാണ് പോവാറ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ വേറെ തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. വേറൊന്നും കൊണ്ടല്ല, അതൊക്കെ കൊണ്ടാണ് വേറെ ആൾക്കാരോട് നമുക്ക് ചോദിക്കാൻ പറ്റാത്തത്. പിന്നെ ചിലരോടൊക്കെ നമ്മൾ ഇടയ്ക്ക് ചോദിക്കാലും ചിലപ്പോൾ ചിലവർ ഡിമാൻഡ് ഇടും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഡിമാൻഡ് ഇടാത്തവരും ഉണ്ട്. പക്ഷേ ചോദിക്കാറില്ല, സത്യം പറഞ്ഞപ്പോൾ ചോദിക്കാറില്ല. നമ്മൾ തന്നെ പോവും. വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വണ്ടിയിലങ്ങനെ ഒരുപാട് പേരൊന്നും ആവില്ലല്ലോ, അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. വൈബ് 2 ഫാമിലിയും കുറച്ച് ആൾക്കാരൊന്നിച്ച് പോകുമ്പോൾ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ എല്ലാവർക്കും എപ്പോഴും പോകാനുള്ള സാഹചര്യം ഒത്തുവരണമെന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പോകുന്നു, അത്രമാത്രം. പിന്നെന്താണ്, അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് യാത്രകളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ ചുരുക്കി പറയുന്നു, നിങ്ങളെ ബോറടിപ്പിക്കാതെ ഈ വീഡിയോ മൊത്തം കാണിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റത്തെ ചാനലിൽ കിട്ടിയ സപ്പോർട്ട് ഇതിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ചാനൽ അറിയാത്തവരാണെങ്കിൽ മേക്കപ്പ് ഫോക്കസ് 7575 എന്നാണ് ചാനലിൻ്റെ ID. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.